ഈ വീഡിയോനകത്ത് നമുക്ക് ഇവർക്ക് പിന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. പൈസ ലാഭിക്കാനുള്ള ഒരു വഴി. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ല. ഞാൻ ഇന്ന് OC അടിച്ചിട്ടാണ് വണ്ടർലയില് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കർണാടക ജില്ലയിലാണ്. ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ട് വീഡിയോ ഇടാമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വലിയ ലോങ് ആകുന്നത് കാരണം ഞാൻ അതിന് 2 പാർട്ടായിട്ട് ഇടാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ 9,000 കണ്ടിയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി പോകുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. റിമിസ് കഥ പറയും, നല്ല തണുപ്പുള്ള മഴയാണ്, കൈ പുറത്തിട്ട് നോക്കാനൊക്കെ എന്നോട് ഇങ്ങനെ പറയാണ്. നല്ല മഴയായിരുന്നു. നമ്മളിപ്പോൾ ഫോറസ്റ്റിലേക്ക് കയറി, കാട്ടിലേക്ക് കയറിയില്ലേ. ഇനിയിപ്പോൾ ആനയും ഇതെല്ലാം വരും, മാനെല്ലാം വരും. ഞാൻ ഒരിക്കലും ഇതിലൂടെ പോകുമ്പോ ഈ പശുവിനെ ആടിനല്ലാണ്ട് വൈൽഡ് മൃഗങ്ങളെ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുള്ള കാഴ്ചകള്. ഫോട്ടോ എടുക്കണ ഇങ്ങോട്ടാണെങ്കിൽ നല്ല മഴയും ആലി ഇത് കയ്യെല്ലാം പുറത്തിട്ട് വെക്കാം. അന്നേരം മനസ്സിലായി ഇതിന്റെ സുഖം. വെള്ളം എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പരാതിക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ മുമ്പ് ഈ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ മൃഗങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിമിസ്ക കുട്ടികളോട് ഇങ്ങനെ നമുക്ക് ഈ പ്രകൃതിയെ സ്നേഹിച്ച് പോകുക എന്നുള്ള അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിമിസ്ക അങ്ങനെ ഒരു ആളാണ്, എന്താ പറയുക, അങ്ങനെ എൻജോയ് ചെയ്യാൻ നമ്മളെ കാഴ്ചകൾ, അതുപോലെ തന്നെ കാറ്റ്, മഴ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. നമ്മൾ അസൂബിയൊക്കെ കണ്ടില്ലേ, ഇത് കാറ്റിനെ ഇങ്ങനെ ആ ചെറിയ ചാറ്റൽ മഴേനൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവാണ്. ആ കുഞ്ഞു കൈ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല അടിപൊളി മഴ അല്ലേ. കുറുവാദ്വീപ് ഇങ്ങോട്ടേക്ക് അല്ലാന്ന് തോന്നുന്നു. നോക്കാം. പഠിക്കോ? പാടൂല. വേണ്ട, അല്ലെങ്കിലോ കൊറേ ആരാധകരുണ്ട്. ഇനിയിപ്പോ പാട്ടും കൂടെ പാടിയിട്ട് ഇനി റമീസ്ക്ക് പാടുമെന്നെല്ലാം ചോദിച്ചിട്ട് പിന്നെ ലൈവായി പാട്ടായി. അതാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് പാട്ട് പാടാത്തത്. എനിക്ക് ഒരുപാട് എന്തൊക്കെയല്ലോ ഇങ്ങനെ കഴിവാണെന്താ, പാട്ട് പാടും, കഥ പറയും. ഇതെല്ലാം ബാത്റൂമിൽ ഇരുന്നിട്ട് മാത്രം. ഈ ഫോറസ്റ്റിലൂടെ വന്നിട്ട് നമുക്ക് സാധനത്തിനെ കിട്ടി. മാനെങ്കി മാന് അതിനകത്തില്ലേ മെയിലാന്ന് തോന്നില്ല, കൊമ്പുള്ളത്. കൊമ്പുള്ള അടിപൊളി സാധനം. അതിന് കളറ് നോക്കി നിങ്ങള്, അതല്ലേ കിട്ടില്ല സാധനം. എന്ത് രസാന്ന് നോക്കല. അതാണ് ആ കൊമ്പുള്ള മാന, കലമാൻ. അത് നോക്കുന്നു, നോട്ടം നോക്കിയാ നിക്കാൻ പറ്റില്ല. അതെയോ, ഫോറസ്റ്റ് അല്ലേ. അതെ, മങ്കി കൊടുത്തു. അതെ, അത് ഇറങ്ങുന്ന എടാ നല്ല പരിചയ മുഖം. റമീസ്ഖാനെ പോലെ തന്നെ ഉണ്ട്. നോക്കത് പോ, പാപ്പാനെ പോലത്തെ ഒരാൾ ഇറങ്ങി വരുന്ന. നമ്മളെല്ലാരും കൊരങ്ങ് എന്ന് പറഞ്ഞപ്പോ ഓള് മങ്കിന്ന്. അങ്കമാടി പോകുന്നതിന് എടാ അതിന്റെ കൊമ്പ് നോക്കണേ. അതെനിക്ക് തോന്നില്ല, ഇത് മെയിലിന്റെ കളറും നോക്കി നിങ്ങള്. വേറെ തന്നെ അല്ലേ. ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ, എന്താ സംഭവം എന്നുള്ളത്. എന്താ ഇങ്ങനെ എന്താ പരിപാടി നോക്കുന്നു, എന്ത് പരിപാടി. മഴ പോയല്ലേ, ഇങ്ങോട്ടേക്ക് വേറൊരു ഭംഗി. അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ മഴയൊക്കെ പോയി, ഫുള്ള് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി. പക്ഷെ അതിന് വേറൊരു ഭംഗിയായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് യാത്ര ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഇത് നമ്മളെന്തായിരുന്നു, സൺഫ്ലവർ പാടമാണ്. പക്ഷെ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരാൾക്ക് കയറാൻ 20 രൂപ വെച്ചു, കുട്ടികൾക്ക് ഫ്രീ ആണ്. അങ്ങനെ അവിടെ കയറി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നമ്മുടെ പ്രകൃതിക്ക് ഓരോ സമയത്ത്
ഓരോ ഭംഗിയാണല്ലേ. എനിക്ക് അതൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഫോണെടുത്ത് ഷൂട്ട് ചെയ്യും. എനിക്ക് നിങ്ങളെയും കൂടെ കാണിക്കണം എന്ന് തോന്നി. എത്ര പേര് ഇത് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഇത് ബോറായിട്ട് തോന്നിയേക്കാം, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തോ പടച്ചോൻ്റെ ഓരോ കഴിവ്, എങ്ങനെയാണ് നമ്മൾ ഭൂമിനെ സൃഷ്ടിച്ചേക്കുന്നത് നോക്കും. നമ്മളെല്ലാം ആസ്വദിച്ച് എപ്പോഴും ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ ഫാമിലിയോടൊപ്പം യാത്ര പോകണം, ഉറപ്പായും പോകണം കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അസ്ബു അപ്പോഴത്തേനും ബാക്കിൽ കിടന്ന് ഉറക്കമായി. റെമിസ്ക അവർക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ട് നല്ലപോലെ ഉറങ്ങി റെസ്റ്റ് എടുത്ത് നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ട് സീറ്റൊക്കെ അറേഞ്ച്മെൻ്റൊക്കെ മാറ്റി ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചാമുണ്ടേശ്വരി ഹിൽ ടെമ്പിൾ അല്ലേ. അതവിടെ കാണിച്ച ഇവിടെ ഞാൻ ഒരു വട്ടം ഞാൻ പകൽ വന്നിട്ടുണ്ടായിരുന്നു, പകലല്ല പുലർച്ചെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാനിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ ചുറ്റുവട്ടത്ത്. ഫോറസ്റ്റിലാ ഒരു 7 കിലോമീറ്റർ ഇത് അങ്ങോട്ടേക്ക് പോണം കാണിക്കുന്നത്. ഞാൻ വന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. പിന്നെ നമ്മള് പോയി എന്ന് പറഞ്ഞില്ലേ, അത് പക്ഷെ ഇവിടെയാണെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചാമുണ്ടേശ്വരി ടെമ്പിളായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നൊഴികെ എനിക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം മുമ്പേ ഞാൻ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ശരിയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ നല്ലൊരു വ്യൂ ആണ്, നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടക ജില്ലയിലാണ് നമുക്കറിയാത്തോണ്ടാണോ ഇനി ശരിക്കും അങ്ങനെ തന്നെയാണ്. കർണാടക ജില്ല എന്നാ ഞാൻ പറയുന്നത്. സാരമില്ല, ട്രോളിക്കോട്ടെ നിങ്ങളെ. വാഗമരം ഇഷ്ടംപോലെ അടുത്ത നമ്മളെ വ്യൂ അതാണെങ്കിൽ ഭയങ്കര രസവും കാണാൻ. ഇങ്ങനെ ഫുള്ള് എലി പിടിച്ചിട്ട് നമ്മളെ ഏകദേശം വ്യൂ ഒക്കെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആയില്ല, പക്ഷെ മുകളിലെത്തിയിട്ട് കാണാം അവിടെ ഇല്ല കാഴ്ചകള്. നമ്മളെപ്പോഴും മക്കളെയും കൊണ്ട് വാട്ടർ തീം പാർക്കിലും പാർക്ക്, ബീച്ച്, മാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇതുപോലുള്ള യാത്രകൾ കൊണ്ടുപോകാൻ നോക്കൂട്ടോ അവരെ. നമ്മളെ പ്രകൃതി എത്രത്തോളം ഭംഗിയുള്ളതാണെന്നും നമ്മളെ സൃഷ്ടാവ് എത്രത്തോളം കഴിവുള്ള ഒരാളാണെന്നും ഒക്കെ കാണിക്കാൻ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ യാത്രയാണ്. പിന്നെ ഫാമിലി ആയിട്ടുള്ള യാത്ര പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലെ ബോണ്ട് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഞാൻ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണ് പണ്ട് മുതൽക്ക്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും യാത്ര പോകുന്ന ഒരാളാണ്. ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഞാൻ വണ്ടി എടുത്ത് പുറത്തോട്ടേക്ക് പോയി ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഫുഡൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷേ ഞാൻ വെറുതെ വണ്ടി എടുത്തിട്ടൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരും. തലവേദന എനിക്ക് തലവേദന എടുത്തിട്ട് കട്ടൻ ചായക്ക് നോക്കി എത്ര സ്ഥലത്തല്ലേ നമ്മൾ കയറി ഇറങ്ങിയത്. കട്ടൻ എന്തുകൊണ്ട് പോലും കട്ടനില്ലാത്ത പാലൊഴിക്കാണ്ടിരുന്നാ പോരെ കട്ടൻ ചായ മതി. പക്ഷെ ഇവര് കട്ടൻ ചായ കിട്ടണ്ടേ? മെഷീൻ എങ്ങാനാണ് ഇനി ഈ ഭാഗത്ത് മൊത്തം ആയിരിക്കൂലല്ലോ. ആയിരിക്കൂല. പക്ഷെ ഞാൻ കൊറേ നോക്കിയടാ, ഞാൻ എത്ര കടകളിൽ കേറിയിട്ട് ഞാൻ ചോദിച്ചാൽ ഒരു ഗ്ലാസ് കട്ട പാലൊഴിക്കാണ്ട് മതി, ചായന്റെ പൈസ തരാൻ പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞാ അത് പറഞ്ഞ് അവര് ആക്കി വെച്ച ചായ ഒന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും മേബി നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പോയപ്പോഴും പറഞ്ഞേ കട്ടനില്ല, പ്ലാസ്റ്റിക് ചായ ഉണ്ടാക്കി വെക്കുന്ന എവിടെയോ ഒരു സ്ഥലത്ത് പോയപ്പോ ലൈറ്റ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോ വിസിബിൾ ആവോ എന്നുള്ള കാര്യം അവിടെ എത്തിയിട്ട് നോക്കാല്ലേ നമുക്ക്. നോക്കാം. കഴിഞ്ഞാല് മൈസൂർ നഗരം മുഴുവൻ കാണാൻ പറ്റുമോ? ആടാ, ഇത് മൈസൂർ നഗരം മുഴുവൻ കാണാൻ പറ്റുന്ന പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാല് അങ്ങനെ കാണാലോ. ഇത് ഇങ്ങനെ കിടക്കല്ലേ, നോക്കിയ അവിടെ അതെന്താ എനിക്കറിയോ? പാലസ് കൈ വിറക്കുന്ന അയ്യോ വെട്ടിത്തിളങ്ങാണ്. അത് ഇത്രയും സാധനത്തിന്റെ ഇടയ്ക്ക് അത് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണുന്നില്ലേ? ബാക്കിയുള്ള മുട്ടുപോലത്തെ വിളിച്ചാണെങ്കിൽ പാലസ് ഇങ്ങനെ തലയുയർത്തി വെക്കുക. അതും നൈറ്റ് നല്ല തണുപ്പ് കാറ്റ്, അടിപൊളിയല്ലേ? തണുത്ത കാറ്റ്, ഒരുപാട് ആൾക്കാര്, കൊറേ സാധനങ്ങള്, അവിടൊക്കെ എന്തൊക്കെയല്ലോ ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മറ്റേ മാങ്ങയുണ്ട്, ചറുമുറുണ്ട്, കറുമുറുണ്ട്. അതെ,
ഇതൊക്കെ പറയണ്ടേ, പക്ഷെ എനിക്ക് അങ്ങനത്തെ സാധനം കഴിക്കാൻ തോന്നില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല. കാരണം നമ്മൾ കഴിക്കുമ്പോൾ മക്കൾക്ക് വാങ്ങി കൊടുക്കണം. മാക്സിമം അങ്ങനത്തെ സാധനം ഒഴിവാക്കല. അപ്പൊ നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ കുറെ സമയം ഇവിടെ വന്നിട്ട് ഇങ്ങനെ വ്യൂ ആസ്വദിച്ചിട്ട് തണുത്ത കാറ്റും. ചാമുണ്ടേശ്വരി ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് അച്ചിയും വണ്ടി കിടന്ന് ഉറങ്ങാണ്, രണ്ടാളും കൂടിയിട്ട്. ആ കുട്ടി കാണുന്നതന്നെ ഇല്ല ബൈക്ക് തട്ടാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മള് തട്ടാൻ നോക്കിയല്ലേ. അപ്പൊ എന്താ പറയാ, നാളെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് പറയാന്ന് വെച്ചിട്ടാ. കാരണം നമ്മളങ്ങനെ വലിയ പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നല്ല, നമ്മള് ഒരു പ്ലാനും ഇല്ലാതെ നമ്മളിങ്ങനെ ഈ വീഡിയോനകത്ത് നമുക്ക് ഇവർക്ക് പിന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, അറിയാത്തവർക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. അത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടാ. എന്താണ് ഐഡിയ? എന്നോടെങ്കിലും പറഞ്ഞൂടെ? പൈസ ലാഭിക്കാനുള്ളൊരു വഴി. പൈസ ലാഭിക്കാനുള്ളൊരു വഴി അങ്ങനെയൊക്കെ ഉണ്ടോ? അത് അടുത്ത സ്ഥലത്തെത്തിയിട്ട് അതിനകത്ത് പറയാം. എന്നോടും പറയുന്നില്ലെന്ന് പറയുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ കാണാം. ബൈ. അങ്ങനെ അവിടുന്ന് വിട്ട യാത്ര ഞങ്ങൾ രാത്രി ബാംഗ്ലൂരിലേക്കാണ് എത്തിയത്. രാത്രി ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുട്ടികളൊക്കെ ഉറക്കായി, പിന്നെ നല്ല കൊതുക് ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു റൂം എടുത്ത് അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോകുന്നത് വണ്ടർലേക്കാണ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ലൈവ് വന്നപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 11 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാൻ നേരത്തെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വലിയ ഇഡ്ഡലിയൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പാച്ചി അവിടുത്തെ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇത് പക്ഷെ നല്ല സൗണ്ടായിട്ട് എനിക്ക് ആ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ റമിസ്കാൻ്റെ ഇടയിൽ ടൈമായി, പെട്ടെന്ന് കഴിക്കാനൊക്കെ പറയായിരുന്നു. ഇഡ്ഡലിന്റെ വലിപ്പം നോക്ക്, വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തൊരു ചട്നി. അസുബു എവിടെ പോന്ന് വെള്ളത്തിൽ കുളിക്കാനാ? ഇന്ന് വേഗം കഴിക്ക്. ചായ ലോർജ് വണ്ടറിൽ അതാ പേര്. നമ്മൾ ഇവിടെയാണ് ഇന്ന് താമസിച്ചത്. ഇന്നലെ എന്താ പറയാ, എവിടെ ഒന്നും കിട്ടിയില്ല. രാത്രി എത്തിയപ്പോഴേ എല്ലായിടക്കും ഫുള്ളാണ്. ലാസ്റ്റ് ഇവിടെ കയറേണ്ടി വന്ന്. കുഴപ്പമില്ലാത്തൊരു റൂം, കുഴപ്പമില്ലാത്ത റൂം, വലിയ എമൗണ്ട് ഒന്നുമില്ല. 1000 rupees. 1000 rupees. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഇപ്പൊ ഫുഡ് കഴിച്ചത്. പക്ഷെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് കാണുന്ന ഒരു സംഭവമില്ലേ, ബാറ്. എല്ലാടിക്കും ആ ഒരു പരിപാടി കാണാനുണ്ട്. അപ്പൊ നമുക്ക് ആരിതാ കുണുങ്ങി നടന്നിട്ട് പോകുന്നത്. അതിലെ ആ ഒരു ഇനത്തല്ലേ, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണല്ലോ വണ്ടർലേ പോണെന്നുള്ളത്. ആലി ഒന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരുപാട് വണ്ടർലോട്ടിലോട്ടേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സിന്റെ ഷോപ്പുകൾ ഉണ്ടല്ലേ. ഇവിടെ അവര് വിളിച്ച് കയറ്റുന്നുണ്ട്. ബാംഗ്ലൂർ പൊതുവെ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവാണ്, പക്ഷെ ഇവിടെ നല്ല റേറ്റ് ആണ്. ഇവിടെ ഫുഡിന് പോലും അത്യാവശ്യം റേറ്റ് കൂടുതൽ, നമ്മുടെ നാട്ടിലേനേക്കാളും റേറ്റ് കൂടുതൽ തോന്നിയത്. അതെനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് വേറെ കടകളോ ഷോപ്പുകളോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മളിപ്പോ 11 മണിക്ക് അതിനകത്തോട്ടേക്ക് കയറും. പിന്നെ 6 മണി വരെ തോന്നുന്നു. 11 മണി ഇതാ സമയമായടോ. ഇന്നലെ ഇല്ലേ നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത്, നൈറ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞേ, ഇവർക്കൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കാന്ന്. എന്താന്ന് പറഞ്ഞിട്ടെ ഇങ്ങക്ക് അറിയാം, പക്ഷെ ഇങ്ങക്ക് അറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്. പറഞ്ഞേ, നമ്മളിന്ന് എത്ര പേരാ വണ്ടർലോട്ടേക്ക് പോന്നേ? നമ്മളിന്ന് 4 പേര്. അതിനകത്ത് എത്ര പേർക്ക് ടിക്കറ്റ് എടുത്ത്?
അപ്പൊ ഹസ്ബൻഡിന് നിലവിൽ ടിക്കറ്റ് ആവശ്യമില്ല. പിന്നെ എത്ര പേർക്ക് ടിക്കറ്റ് എടുത്ത്? എനിക്കും നിനക്കും ആഴ്ചക്കും ഉണ്ട്. പക്ഷെ എത്ര പേർക്ക് ടിക്കറ്റ് എടുത്ത്? 2 പേർക്ക് എടുത്തുള്ളൂ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ല. ഞാൻ ഇന്ന് OC അടിച്ചിട്ടാണ് വണ്ടർലയില് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ റീസൺ എന്താ പറയാ? അതിന്റെ റീസൺ ഇത് നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം, അറിയാത്തവരുണ്ടെങ്കിലേ. നമ്മള് മന്ത്ലി ഈ മാസത്തില് എപ്പോഴേലും ഒരു ഡേറ്റിൽ, ഈ മാസം എന്നല്ല ഏതൊരു മാസത്തിലായാലും വർഷത്തില് എല്ലാ മെയ് മാസത്തിലും എനിക്കൊരു ഓഫർ ആയിട്ട് വരും. ഇവിടെ ബർത്ത്ഡേ ആണ് ഈ മെയ് മാസം, ടിക്കറ്റ് വരും. അപ്പൊ അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടിക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഉള്ള ആൾക്ക് എന്തായാലും ഒരു ടിക്കറ്റ് മേടിക്കണം കേട്ടോ. ഒരു മേടിച്ചു കഴിഞ്ഞാല് മറ്റൊരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതെ, വർഷത്തില് പിന്നെ ജൂലൈ മാസത്തിൽ വരുവാണെങ്കിൽ ആലിയാക്ക് ടിക്കറ്റ് വേണ്ട, ഏപ്രിലിൽ വരുവാണെങ്കിൽ അസുബാക്ക് വേണ്ട, അതുപോലെ തന്നെ ഒക്ടോബറിൽ വരുവാണെങ്കിൽ റെമിസ്കാക്കും ടിക്കറ്റ് ഇല്ലാതെ വണ്ടർല എൻജോയ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ ഏത് മന്ത് ആണോ ആ മന്തിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് വണ്ടർലയിലോട്ടേക്ക് വരാം. ഒറ്റയ്ക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വേറെ രസം കൂടി ഉണ്ട് കേട്ടോ. നമ്മള് ഫാമിലി ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഞാന് എന്റെ ഇക്കാക്കന്മാര് അനിയനിലായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 4 ടിക്കറ്റ് എടുത്താൽ 8 ടിക്കറ്റ് നമുക്ക് കിട്ടും. ശരിയല്ലേ? ഫ്രണ്ട്സിനെല്ലാം കൂട്ടിട്ട് അങ്ങനെ വന്നൂടെ? ചെറിയ എമൗണ്ട് അല്ലല്ലോ, 1500 മേലെ വരുന്നുണ്ട് ഒരു ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പൈസ നമുക്ക് ലാഭമായില്ലേ? 4 ടിക്കറ്റ് പറയുന്ന നല്ല എമൗണ്ട് ആയില്ലേടാ. ഇത് നമുക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മള് 1500 600 അടുപ്പിച്ചിട്ടാണ്. ആണെങ്കിലും 18% GST വരുന്നുണ്ട് ഇവരുടെ. GST അതിപ്പോ നമ്മള് നോർമലി എടുത്താലും വരുമല്ലോ. എങ്ങനെ വന്നാലും നമുക്ക് അത്രയും എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണ്. നോർമലി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 6400 ആ ഒരു ലെവലിലോട്ട് വരും. അതെ, അപ്പം അങ്ങനെ ആ ഒരു ഓഫർ ടിക്കറ്റിലാണ് നമ്മൾ ഈ മാസം തന്നെ ഇങ്ങോട്ടേക്ക് വരാന്നുള്ള ഒരു തീരുമാനം എടുത്തത്. ഒരുപാട് നാളത്തെ ആഗ്രഹം അല്ലേ? ഞാനിങ്ങനെ പറയുന്നു ഇപ്പം നമുക്ക് വണ്ടർലയിലോട്ടേക്ക് പോകണം എന്ന് പറയുന്നു. പക്ഷെ ഈ ആഗ്രഹം കുറെ കാലമായിട്ടുള്ളിലുള്ളതാ അല്ലേ? പരിപാടി നമ്മളിവിടെ എത്തി. ചെയ്തല്ലേ നമ്മള്. भाई पार्किंग किधर है? वंडरला रिसोर्ट्स? नहीं वंडरला स्टेट विलेज से कंसीडरेटिव. ओके ഇവിടെ സ്പീഡ് ലിമിറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ശരിക്കും ഒരു ഗൾഫ് കൺട്രിയിലോട്ടേക്ക് പോയോ? 2 സൈഡും ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് പാർക്കിംഗ് ആണ്. ബാംഗ്ലൂരിൽ എനിക്ക് 2-3 ആൾക്കാരുണ്ട്, അവരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ അവരെ വിളിച്ചിട്ടുമില്ല. എനിക്ക് വേണമെന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കാന്. സെയ്ദയുണ്ട്, ഫാത്തി ഉണ്ട്, പിന്നെ എന്റെ കസിൻ, എന്റെ അനിയത്തി ഫാത്തി ഉണ്ട്. നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരുന്ന 974408. എങ്ങോട്ടേക്ക് വെക്കും ഞാൻ? മാറിപ്പോയില്ല, ഞാൻ കുത്തിയിടും ഞാൻ. എത്ര സെക്യൂരിറ്റി അല്ലേ നമ്മുടെ നാട്ടിലുണ്ടോടാ? അല്ല, ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യണ്ടേ? പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടിക്കറ്റ് എമൗണ്ടിന് അവരെ ഒരു സർവീസ് തരണ്ടേ? അതും ശരിയാ. അപ്പോൾ നമ്മളിത് ജീപ്പ് പാർക്ക് ചെയ്തിട്ട് ഇനി നടന്നിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ റൂമിൽ നിന്ന് തന്നെ ചേഞ്ച് ആക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നമുക്ക് കഴിഞ്ഞതിന് ശേഷം, ഇവിടുത്തെ ഇത് കഴിഞ്ഞതിന് ശേഷം മാറാനുള്ള ഡ്രസ്സ് മാത്രം ബാഗിലോട്ടേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് ഓൺലൈനാണോ എടുത്തത്, ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓൺലൈൻ മേ നോർമൽ ऑनलाइन में he said heavy rush, so you can go for fast track upgrade. I'll give for food also discounted.
അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല റഷാണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് റൈഡിലോട്ടേക്കൊക്കെ പോകാമെന്നാണ്. പക്ഷെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ നമുക്ക് തോന്നി ഫാസ്റ്റ് ട്രാക്ക് എടുത്താൽ മതി, കാരണം നമ്മൾ ഓരോ റൈഡിലും ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഫുഡൊന്നും അങ്ങോട്ട് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അവർ ബാഗൊക്കെ ചെക്ക് ചെയ്യാണ്, നമ്മളെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ചെറിയ ബാഗും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ടേക്ക് വിടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ രജിസ്ട്രേഷനാണ്. അതിനകത്ത് എൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ID കാർഡ് അവിടെ കാണിക്കണമായിരുന്നു, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരെ അകത്തോട്ടേക്ക് പോയി. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന സമയത്താണല്ലോ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാനുള്ള ഇതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി. കുട്ടിയൊക്കെ നല്ല രസമാണ് ഇങ്ങനെ കാണുമ്പോൾ. കുട്ടിയൊക്കെ നല്ല കേട്ടോ, ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, ചെണ്ടയൊക്കെ മുട്ടിക്കൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നമ്മുടെ ബാഗൊക്കെ സൂക്ഷിക്കണമല്ലോ, നമ്മളെ തിങ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിക്കാനുള്ള ലോക്കറിൻ്റെ കീ വാങ്ങാൻ വേണ്ടിയാണ്. കീ അല്ല, അവിടെ ഒരു വാച്ച് തരുവാണ് ചെയ്യുക അവർ. നമുക്കത് പിന്നെ 350 രൂപ, 350 ചാർജും 50 രൂപ ഡെപ്പോസിറ്റും, അങ്ങനെ ടോട്ടൽ 400 രൂപയാണ് വരുന്നത്. അത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയതിന് ശേഷം നേരെ ബാഗൊക്കെ അവിടേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇങ്ങനെയാണ് ലോക്കർ വരുന്നത്. അപ്പം രാവിലെ നമ്മൾ കയറുന്ന സമയത്ത് വലിയ തിരക്കില്ല, പക്ഷെ ഇറങ്ങുന്ന സമയത്ത് നല്ല റഷായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സ് മാറാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ തിങ്സൊക്കെ അതിനകത്തോട്ടേക്ക് വെക്കാം. പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല, അതൊക്കെ സേഫാണ്. ആ വാച്ച് കയ്യിലോട്ടേക്ക് അങ്ങിട്ട് കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ റൈഡ്, നമ്മുടെ എൻജോയ്മെൻറ്റ് അതായി. അന്നത്തെ ഒരു ഡേ മൊത്തം നമുക്ക് നമ്മുടേതായ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ലോകത്തിലോട്ടേക്ക് ഇങ്ങനെ പോവാം. വെക്കേഷനൊക്കെ കഴിയാറായി. അപ്പോൾ മാക്സിമം മക്കളെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളെ ഒരു ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതൽ അവരെ ഹാപ്പി ആകുമ്പോഴാണല്ലോ നമ്മൾ ഹാപ്പി ആവുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ വണ്ടർലാൻഡ് എന്നുള്ളൊരു യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് അതിങ്ങനെ നിറയുമ്പോൾ അതിങ്ങനെ താഴോട്ടേക്ക് പോരും കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു. ആലി കൂടുതൽ അതിനകത്ത് തന്നെയായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും റെമിസ്കിയും അങ്ങനെ വാട്ടർ റൈഡ് എടുത്തിട്ടേ ഇല്ല. നമ്മൾ കൂടുതലും മറ്റുള്ള റൈഡുകളായിരുന്നു പോയിരുന്നത്. ഇത് കണ്ടോ, സാരിയൊക്കെ എടുത്തിട്ടൊരു അമ്മ, ഇത്രയും പ്രായത്തിൽ അവർ കണ്ട ആ റൈഡ് അത്യാവശ്യം നല്ല ഒരു അഡ്വഞ്ചർ പോലത്തെ സാധനം തന്നെയാണ് കേട്ടോ. അതിനകത്തോട്ടേക്കാണ് പിന്നെ അടുത്ത ആച്ചി കയറിയിട്ടുണ്ടായിരുന്നത്. ആച്ചി ആ ഒരൊറ്റ റൈഡോട് കൂടി റൈഡ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ മൊത്തം വെള്ളത്തിൽ തന്നെയായിരുന്നു അവളുടെ കളി ഉണ്ടായിരുന്നത്. ഹസ്ബ് പിന്നെ മാക്സിമം നമ്മളിങ്ങനെ ഹസ്ബൻഡും കൂട്ടി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഡ്രസ്സ് വാങ്ങേണ്ടി വന്നിട്ട്, അവരെ ഡ്രസ്സ് കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഓർത്തില്ല. കോട്ടൺ ഡ്രസ്സ് ഈ വാട്ടർ റൈഡിലോട്ടേക്ക് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഇവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുക, അതുപോലെ പാർക്കിൽ പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് സ്വർഗം കിട്ടിയ പോലെയായി. അതുകൊണ്ട് ഹസ്ബൂൻ്റെ ചിരിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലായി എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ മക്കളെല്ലാം പൊതുവെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് സേഫായിട്ട് കൊണ്ടുവിടാൻ പറ്റുന്ന വെള്ളങ്ങൾ ഇതൊക്കെയാണല്ലോ. അങ്ങനെയാണ് പിന്നെ ഈ വെക്കേഷൻ അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇവിടെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഞാൻ വിചാരിച്ചിട്ടില്ലേ, ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഇവിടെ തന്നെ ഇതാക്കുമ്പം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാ. പക്ഷെ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. റൈഡിലെല്ലാം കയറിയിട്ട് ഇവർ നല്ലപോലെ വെള്ളത്തിൽ കളിച്ച്. അപ്പം അതിൻ്റേതായ ഒരു ഇത് അയച്ചോ. ഇപ്പം നമ്മൾ കഴിക്കട്ടെ.
ഉണ്ടല്ലേ? പായസം ഉണ്ട്. അത് അച്ചാറ് പോലത്തെ എന്തോ സംഭവം നോക്കും. അസ്ബു ടാറ്റാ. എടി പോന്ന്? ഇരിക്കുന്നല്ലോണ്ട്. അടുത്ത റൈഡിന് വേണ്ടി കാത്തു വെക്കാണേ. നെക്സ്റ്റ് റൈഡ് നയിക്കാം. ചെറിയൊരു പണിയില്ല. എന്താ പരിപാടി? ചെറിയൊരു പണി. അസുബി ഹലോ നോക്ക്. ഹായ് അസു. അസ്ബു അസ്ബു ഉമ്മനോക്ക്. ചേട്ടാ ഇത് നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ആകാശത്തൊട്ടിൽ പോലെ അല്ല കേട്ടോ വണ്ടർലയിൽ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വണ്ടർല മൊത്തം കാണാനുള്ള ഒരു ഓപ്ഷനാണിത്. ഹലോ ഹലോ എവിടെ പോന്നേ? എവിടെയോ? നമുക്ക് ഇതിനകത്ത് കയറി നല്ല റമിക്കാം. വണ്ടർല മൊത്തത്തിലൊന്ന് കാണാം. നമ്മളിപ്പോ നമുക്ക് ഇങ്ങനെ മനസ്സിലാവൂലല്ലോ. എല്ലാ റൈഡും കാണിക്കാൻ വേണ്ടിട്ടല്ലേ? ആ സോളാറല്ലേ ഇത് മുഴുവൻ? മുന്നിട്ടിരുന്നിട്ട് എന്താ പറയുന്ന? തവളച്ചേട്ടൻ തവളച്ചേട്ടൻ. ഇതെല്ലാം കാണുമ്പോ ഒന്നിനും കൂടെ വേണം തോന്നുന്നേ. പ്രേതത്തിന്റെ വീട്ടോട്ടേക്ക് പോവാണേ. ഗോസ്റ്റ് ഹൗസ്. പേടിയുണ്ടോ? പെട്ടെന്ന് നടന്നിരുന്ന എന്തെങ്കിലും വരുവേ? അതുപോലെ പിടിച്ചിരുന്നോന്ന്. അയ്യോ ചെലപ്പോ ബാക്കിൽ നിന്ന് തൊടുകയും ചെയ്യുവേ. അയ്യോ പേടിപ്പിക്കുന്നു. I'll teach you a lesson that you'll never forget in your life. അതിനുള്ള ആളുണ്ടല്ലേ? അസുബു പേടിക്കണ്ട പേടിക്കണ്ട വെറുതെയാ. ആരോ അവിടെ കുളിക്കുന്ന നോക്കിയേ, കയ്യേ കുളിച്ചീൻ നോക്കിയേ, കണ്ടവനെ കുളിച്ച് ഷൂട്ട് ചെയ്യുന്ന കളപ്പന്നി.
അങ്ങനെ ഗോസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു, ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് 2-3 റൈഡിലും കൂടെ ഞങ്ങൾ പിന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ ഇങ്ങനെ കളിക്കുമ്പോൾ, അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ആച്ചിനെയും കൂട്ടി നമ്മൾ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ വൈകുന്നേരത്തെ ചായൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും ഉച്ചയ്ക്കുള്ള ഫുഡും നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചായയും കൂടെ കുടിച്ച് പിന്നെ നമുക്കൊരു DJയും കൂടെ അവർ തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങാൻ നേരത്ത്. അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരു ബന്ധമില്ലാത്ത കുറേ ആൾക്കാരോട് ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന നല്ല പരിപാടിയായിരുന്നു. അവിടുന്ന് ഇറങ്ങാൻ ലേറ്റ് ആയത് കാരണം എനിക്ക് പിന്നെ മറ്റുള്ളവരൊന്നും കാണാൻ പോകാൻ പറ്റില്ല. ഫാത്തിനെയും സൈദാനെയും ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ അനിയത്തീൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൾ അതേ ഹസ്ബുവിനെ കൊണ്ടു നടക്കുന്നുണ്ടോ. ഹസ്ബു കുഞ്ഞു നാൾ തൊട്ടിട്ട് അങ്ങനെ കൊണ്ടു നടന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള എൻ്റെ കസിനാണത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി, അവളെയും കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വരുന്ന വഴി കണ്ടതാട്ടെ ഇത്. ആ ഒരു അമ്പലത്തിലെ പരിപാടിയാണെന്ന് തോന്നുന്നു. ഫുള്ള് ലൈറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹസ്ബു കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ആ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുറേ കളർഫുള്ളായിട്ടുള്ള ഇത് കണ്ടപ്പം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടേനു. നമ്മൾ തിരിച്ച് നാട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു 12-1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ലൊരു ട്രിപ്പായിരുന്നു. അടിപൊളി ട്രിപ്പാ. ഒന്ന് നമ്മളെ മെയിൻ ഉദ്ദേശം എന്താണ്, കുട്ടികളെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കുക. മാഷാഅല്ലാ നല്ല രീതിയിൽ തന്നെ എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ആലിയെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അസ്പ കേറാത്ത റൈഡ് ഇല്ല സത്യല്ലേ. ആച്ചി വാട്ടർ റൈഡാ കൂടുതൽ, വാട്ടർ റൈഡും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഉപയോഗിച്ചേ. പിന്നെ ഹസ്ബ ആണെങ്കിൽ എല്ലാ റൈഡും, കുട്ടികളതെ എല്ലാ റൈഡും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം ഇൻഷാല്ലാ നമുക്ക് ഇനിയൊരു ബൈ ബൈ പറയുന്നില്ല. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരെ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് വീണ്ടും നമ്മളെ കൂടെ കൂടുക. നമ്മളെ ചാനലെല്ലാം ഒന്ന് വീഡിയോസ് എല്ലാം കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോ ഈ രാത്രിയിൽ എടുക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് എന്റെ വീഡിയോ അല്ലേ, നമ്മളെ സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ. Bye bye.